സുപ്രീം കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഉപരാഷ്ട്രപതിക്ക് മറുപടിയുമായി കപിൽ സിബൽ. ജഗ്ദീപ് ധൻഖറിന്റെ പ്രതികരണം ഞെട്ടിക്കുന്നതെന്ന് കപിൽ സിബൽ. രാജ്യത്ത് വിശ്വാസയോഗ്യമുള്ളത് ജുഡീഷ്യറിയിൽ മാത്രം. ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ എതിരാകുമ്പോൾ പരിധി കടക്കുന്നെന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നു. മന്ത്രിസഭയുടെ അധികാരവും ഉപദേശവും അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നതെന്നും കപിൽ സിബൽ പറഞ്ഞു. जुडिशियल इंस्टीट्यूशन चाहे वो सुप्रीम कोर्ट हो, चाहे वो हाई कोर्ट्स सारे देश में हो, उनके ऊपर आज के दिन भी अगर किसी संस्था पे विश्वास है तो जुडिशरी पे है। और मुझे ऐसा लगता है कि जब कुछ सरकार के लोगों को जुडिशरी के निर्णय पसंद नहीं आते तो फिर वो आरोप लगाना शुरू कर देते हैं। और एक कॉन्स्टिट्यूशनल फंक्शनरी को ऐसी बात कहनी मैं समझता हूं उचित नहीं है। मैं उनका बड़ा आदर करता हूं, लेकिन आपने कह दिया कि आर्टिकल 142 इज न्यूक्लियर फिसाइल मटीरियल, न्यूक्लियर मिसाइल। ये कैसे कह सकते हैं आप? വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഈ ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചത് സാധാരണക്കാർക്ക് ജുഡീഷ്യറിയുടെ മേലുള്ള ഒരു വിശ്വാസം നഷ്ടമാകും എന്നായിരുന്നു ജഗ്ദീപ് ധൻഖറിന്റെ ഒരു പ്രതികരണം. അപ്പോൾ ഇവിടെ കപിൽ സിബൽ എന്താണ് പറയുന്നത്? വർഷ തീർച്ചയായും ബില്ലുകളിന്മേൽ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ജഗ്ദീപ് ധൻഖർ വിമർശനമുയർത്തിയത്. ഇതിന് മറുപടിയായിക്കൊണ്ടാണ് ഇപ്പോൾ രാജ്യസഭാ അംഗവും അതോടൊപ്പം അഭിഭാഷകനുമായിട്ടുള്ള കപിൽ സിബൽ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായും പറയുന്നത് ഈ ജഗ്ദീപ് ധൻഖറിൻ്റെ വാക്കുകൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങൾ ചിലർക്ക് എതിരാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ കേന്ദ്ര സർക്കാരിനൊക്കെ തന്നെയും എതിരാകുമ്പോൾ ജുഡീഷ്യറിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് BJPയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം ഈ 142 ആർട്ടിക്കിൾ 142 സുപ്രീം കോടതിക്ക് കൃത്യമായി തന്നെ നീതി നടപ്പാക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അത്തരത്തിൽ ഭരണഘടന 142 കൃത്യമായി ഇത്തരത്തിലുള്ള അവകാശം സുപ്രീം കോടതിക്ക് നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് ചിലരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ഈ മന്ത്രിസഭയുടെ അധികാരവും അതോടൊപ്പം ഉപദേശവും അനുസരിച്ച് വേണം ഇത്തരത്തിൽ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിൽ രാഷ്ട്രപതിക്ക് സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കപിൽ സിബൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചതിനെതിരെ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഉപരാഷ്ട്രപതിയും അതോടൊപ്പം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനാണ് കപിൽ സിബലിന്റെ മറുപടി. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.